ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ പാത്രത്തിന് ഒരു പാത്രം ഫുള്ളാക്കിയിട്ടാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് പാത്രത്തിനാണെങ്കിലും ആ പാത്രത്തിൻ്റെ അളവിൽ 1.5 അളവ് വെള്ളം തിളപ്പിക്കുക. ഇത് പൊടി വാട്ടിയെടുക്കാനായിട്ട്. ഇത് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടൂലേ, അതുപോലെ നല്ലോണം വേവിച്ചിട്ട് പൊടി എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് 1.5 പാത്രം അളവിൽ വെള്ളം എടുത്ത് ഞാൻ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം തിള വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നാളികേരം, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, നല്ല ജീരകം. അപ്പം നാളികേരം ഞാനിപ്പോൾ ഈ എടുത്ത അളവിന് ഒരു മുറിയോളം നാളികേരം വരും. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മളെ ഇഷ്ടത്തിന് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഉള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് എത്രത്തോളം വേണോ അതനുസരിച്ച് കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ചെറിയ അല്ലി ആയതുകൊണ്ട് ഇത്ര എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി, ഇത്ര വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു നുള്ള് നല്ല ജീരകം. ഈ ചേരുവകൾ ഇട്ടിട്ട് ഞാൻ ചതക്കാൻ പോവുകയാണ്. ഈ ചേരുവകൾ നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് മിക്സി ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം കറക്കി കൊടുത്തിട്ട് വേണം തിരിച്ച് ഇതാക്കാൻ. കാരണം ഇഞ്ചിയും പിന്നെ ഉള്ളിയൊക്കെ ശരിക്ക് അരഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങൻ്റെ അടിഭാഗം ചുരണ്ടി എടുത്തത് കൊണ്ടാണ് ഇത്രയും ഈ കളറിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിയിട്ടിട്ട് ഇളക്കാം. കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ചെയ്യാറില്ലേ, ആ ഒരു പരുവത്തിലാണ് ഇത് ചെയ്യേണ്ടത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിക്കണം പൊടി. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനിയിപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടതാണ് വറുത്ത റവ. ഞാനൊരു ഇച്ചിരി വറുത്ത റവ ഇതിലിങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് പത്തിരിക്ക് കുഴക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ ഇങ്ങനെയൊക്കെ മതിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ അരച്ച് വെച്ച ചേരുവയും ഇതിൽ കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മളിതിലേക്ക് നമ്മളെ ചേരുവ അരച്ച് കൂട്ടിയ കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് എള്ളാണ്. കറുത്ത എള്ളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇച്ചിരി ഇട്ട് കൊടുക്കാം. കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതാണെങ്കിലും ടേസ്റ്റാണ്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പൊടി വാട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ലോ ഫ്ലെയിമിലായിരുന്നു ഇട്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല ചൂടാണ്, ഭയങ്കര പ്രയാസമാണ് കൈ വെക്കാൻ. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാന്നറിയാം, നമ്മൾ ഇതുപോലെ നമ്മൾ ഉള്ളിയൊക്കെ ചതക്കുന്ന ഇതുണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമ്മൾ പത്തിരിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ നന്നായിട്ട് ആ ചൂടോടെ കുത്തി കൊടുക്കുക. നമ്മൾ ചൂടോടെ ഇത് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇത് നല്ല ഇതിൽ കുഴഞ്ഞ് വരുള്ളൂ. ചൂടോടെ നമുക്ക് കൈ കുത്താനും പറ്റില്ല, നമ്മൾ കുഴക്കാനും. ഇതായി നിന്നാൽ ഇത് ഡ്രൈ ആവും. ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ഒക്കെ ചുട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് ബലം വെച്ചൊരു പരിവാകും. നേരെ മറിച്ച് ആ ചൂടോടെ തന്നെ
കുത്തി കുഴച്ചും കണ്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഇതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ സാധനവും കൊണ്ട് കുത്തി ഒരു പരുവാക്കി ചൂടാറ്റി എടുക്കും, പിന്നെ കൈ കൊണ്ട് പെട്ടെന്ന് കുഴച്ചെടുക്കും. അപ്പം എൻ്റെ ഇതേ ഒരുവിധം ഞാൻ കുഴച്ച് ഈ ഒരു പരുവാക്കിയിട്ടുണ്ട്. കയ്യും മുട്ടി പിടിക്കുകയാണെങ്കിൽ ഒരു തുള്ളി പച്ചവെള്ളം എടുത്ത് വെക്കുക, എന്നിട്ട് അതിൽ മെല്ലെ കൈ തൊട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുഴച്ചൊരു പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെൻ്റെത് ഈ നിറം വരാൻ കാരണം എന്താണെന്നറിയാം, ആ നാളികേരത്തിൻ്റെ കളർ കണ്ടില്ലേ നിങ്ങൾ, ചട്ടൻ്റെ അടി മുഴുവൻ അതിലുണ്ട്. ഞാൻ പിന്നെ എനിക്ക് പൊളിക്കാൻ മടിച്ചതുകൊണ്ട് ഞാനുള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയെടുക്കാതിനായിട്ട് പിന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇച്ചിരി ഓയിൽ പുരട്ടി കൊടുക്കാം. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വെളിച്ചെണ്ണ ആണെങ്കിലും മറ്റേ പാൽമോയിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ ഓയിൽ പുരട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വലിയൊരു ഉരുളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിങ്ങനെ പരത്തിയിട്ട് പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, വലിയ ഭംഗിയൊന്നുമില്ലാതെ നമ്മൾ നല്ലോണം 1 ഇഞ്ച് കനത്തിൽ പരത്തി എടുത്തിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, ഈ കുഴലും കൊണ്ട് ഒന്ന് മെല്ലെ ഒന്ന് പരത്തി ലെവലാക്കുക. എന്നിട്ട് നമുക്ക് വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ സാധനം വെച്ചിട്ട് പാകത്ത് വലുപ്പത്തിൽ ഒരേ വലുപ്പത്തിൽ കിട്ടാനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്താൽ ഒരേ വലുപ്പത്തിൽ നമുക്ക് എടുക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി കേട്ടോ. ഞാൻ അതിലാണ് ചെയ്യാൻ പോണത്, കാരണം ഇത് നടക്കുന്ന കാര്യമല്ല. ഇത് പരത്തണമെങ്കിലൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തി പ്രസ്സിൽ ഇനി കയ്യിലിട്ട് ചെയ്താലും കുഴപ്പമില്ല, കയ്യിലിട്ടിട്ട് പ്രസ് ചെയ്താലും കുഴപ്പമില്ല. സോറി ഗേസ്, എൻ്റെത് അത് വിജയിക്കാത്തതുകൊണ്ട് ഞാൻ നേരെ ചപ്പാത്തി പ്രസ്സിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇത്ര പോകുന്ന ഓരോ ഉരുളിട്ടിട്ട് പരത്താൻ നിൽക്കുകയാണ്. ഇത് പ്രസ് ചെയ്തിട്ട് ഞാൻ എണ്ണയിലോട്ട് ഇടുകയാണ്. അതിനായിട്ട് ഇവിടെ നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. ഞാൻ പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കനം കുറഞ്ഞ ചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരുപാട് വെന്തതുമാണല്ലോ, നമ്മൾ നന്നായിട്ട് വാട്ടിയതാണ്. അപ്പം ഇനി ഒന്ന് മുരിഞ്ഞാൽ മതി. അത് ഫുൾ ഫ്ലെയിമിൽ ഇടാൻ ഈ ചട്ടി പറ്റില്ല, കാരണം ഈ കട്ടി കുറഞ്ഞ ചട്ടിക്കാകുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാനിതിൽ വറുത്ത് കോരി കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ചപ്പാത്തി പ്രസ്സിൽ പരത്തിയതാണ്. തീ ഇച്ചിരി കൂട്ടിയിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മറ്റതും പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ചപ്പാത്തി പ്രസ്സിലായപ്പോൾ എണ്ണ ഒന്നും പുരട്ടേണ്ട കാര്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതേ കണ്ടോ, എണ്ണ ഒന്നും പുരട്ടേണ്ട കാര്യമില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്ര വലുപ്പത്തിലൊന്നും ചുടണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇച്ചിരി വട്ടം കുറച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതൊന്നും വലിയ പെർഫെക്റ്റ് അല്ല, അതൊക്കെ കുഴ കുറവുള്ളതിൻ്റെ ഇതാണ് വരുന്നത്. നന്നായിട്ട് കുഴച്ചാൽ പത്തിരി നിങ്ങൾക്ക് അറിയാമല്ലോ, പത്തിരി ചുടുന്നവർക്ക് അറിയാം, നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വക്കിന് ഒന്നും വരില്ല, നല്ല ഫിനിഷായിരിക്കും. അപ്പോൾ നമ്മളെ കുഴേൻ്റെ ഇതാണ്. എൻ്റെ മക്കളിപ്പോൾ വരാറായി സ്കൂൾ വിട്ടിട്ട്, അപ്പോൾ തന്നെ ഈ പരിപാടി തീർക്കണം. പിന്നെ ചെറിയ മോനിതിലിങ്ങനെ കാലിൻ്റെ അടിയിൽ കൂടെ കടന്ന് ഓരോ കച്ചറകളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേന് വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ധൃതിപ്പെട്ട് ചെയ്യാണ്. അപ്പോൾ വന്ന ഫാൾട്ടുകളാണ്. നമ്മളെ പിന്നെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയത് ശരിയായില്ല. ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇനി ഇങ്ങനെയൊന്നും വേണ്ട, ഒരു പ്ലേറ്റിൽ ഇച്ചിരി എണ്ണ തൂവിയിട്ട് നമ്മളെ കയ്യേറ്റ് പരത്തിയിട്ട് ഒരേ അളവിൽ വെച്ചിട്ട് അത് അങ്ങനെ എടുത്തിട്ട് ചെയ്താലും മതിയിട്ട്, അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇത് ചില സമയത്ത് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ചില കുമിളകൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. അതിനകത്ത് എണ്ണ കയറുമ്പോൾ നമ്മളത് ചെരിച്ച് വെച്ച് അത് കമത്തി വെച്ചിട്ടേ നമ്മൾ ആ ചട്ടകവും ഇതൊക്കെ പിടിക്കുന്നില്ല, അങ്ങോട്ട് കമത്തി വെച്ച് ആ എണ്ണ നല്ലോണം ഊറ്റി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇത് എണ്ണ ഒന്നും തീരെ കുടിക്കുന്നില്ല കേട്ടോ. ചില സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇതാ കണ്ടോ, ഇത് ഓപ്പണായി. ഇതിൽ റവ കൂടിയതുകൊണ്ടാണ് നല്ലോണം മുരിഞ്ഞു പോയി അത് ഓപ്പണായിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ ആ കോരുന്ന സാധനത്തേക്ക് കമത്തി ഇട്ടിട്ട് അതിൻ്റെ എണ്ണ കംപ്ലീറ്റ് വാർത്ത് കളയണം. അപ്പോൾ എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഓരോന്ന് എണ്ണം കുറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. നമ്മളെ കടയിൽ നിന്ന് വാങ്ങണ അത്ര ഭംഗിയില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മക്കൾ കഴിച്ചിട്ട് പറഞ്ഞു. ഒരെണ്ണം 2 ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം ഇങ്ങനെ ഇതായിട്ട്. ഇത് റവ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ചേർക്കുന്ന റവ കൂടുതലാവുമ്പോൾ ഇങ്ങനെ സംഭവിക്കും.
പിന്നെ അതുപോലെ വറുത്ത പൊടി ആയതുകൊണ്ട് നന്നായിട്ട് വേവിക്കണം. വേവിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ മുറിഞ്ഞ് പോകും. അതിങ്ങനെ ഒട്ടുന്നൊരു പരിവാകണം, എന്നാലേ മുറിയാതെ ഇരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റുകൾ ചെയ്യുക. നന്നായാലും നന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾ നല്ല വീഡിയോസുമായിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.